ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് വിടാതിരുന്നത്. ഇപ്പോഴത് പുറത്ത് വിടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സ്ത്രീകളുടെ സുരക്ഷ എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നതാണ് ഈ ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്ക്. പാർലമെന്റിൽ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് കണക്ക് ഓരോ മേഖലയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അപ്രത്യക്ഷമാവുന്ന സ്ത്രീകളെ പറ്റിയാണ്. 18 വയസ്സിന് മുകളിലുള്ള 10,61,648 സ്ത്രീകളും 2,51,430 പെൺകുട്ടികളും 2019-നും 2021-നും ഇടയിൽ കാണാതായി എന്നാണ് കണക്ക്. ചെറിയ കണക്കൊന്നുമല്ല, വളരെ വളരെ വലിയ കണക്കാണ്. രണ്ടും കൂടി നിങ്ങൾ കണക്കുകൂട്ടി നോക്കി. 10,61,648 സ്ത്രീകളും പെൺകുട്ടികൾ 2,51,430. ഇത് വളരെ ചുരുക്കം കൊല്ലം, 19, 20, 21 ഈ 3 കൊല്ലത്തിനിടയിൽ വരുന്ന കാണാതായവരുടെ കണക്കാണ് പറയുന്നത്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും സർക്കാരിന് ഇതുവരെ ഇല്ല. അപ്പോൾ എത്രത്തോളം അരക്ഷിതത്വത്തിലാണ് ഇന്ത്യയിലെ സ്ത്രീകൾ ജീവിക്കുന്നത് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഒരു കണക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ബലാത്സംഗ കേസുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ 2020 മാത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ 28,046 ബലാത്സംഗ കേസുകൾ ഉണ്ടായിരുന്നതാണ് കണക്ക്. അത് 2020. 21-ലാകുമ്പോഴേക്ക് ഈ 28,046 എന്നുള്ളത് 31,677 വർദ്ധിച്ചിരിക്കുകയാണ്. ഫയൽ ചെയ്യാതെ കേസുകൾ ഇതിന്റെ ഒപ്പം കൂട്ടിയാൽ ആ നമ്പർ വളരെ ഭീകരമായിരിക്കും. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ 2020-ൽ 8,71,503 3,51,503 ആയിരുന്നത് 2021-ൽ 4,28,278 വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ കണക്ക് ഞങ്ങളുടെ കണക്കല്ല, എല്ലാം ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കാണ്. സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ കണക്കൊന്നുമല്ല ഇത്, കേന്ദ്ര ഗവൺമെന്റ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള കണക്ക് തന്നെയാണ്. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവിടെയാണ്.